ഐഫോണിൻ്റെ ഗുണങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഐഫോൺ നമ്മൾ ഫോൺ നല്ല ക്ലിയർ ഉണ്ട്, ക്യാമറ ക്ലിയർ. പിന്നെ അതുപോലെ പത്രാസിന് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഫോൺ ഇങ്ങനെ കാണിച്ചിട്ട് നമ്മളൊന്നിപ്പോൾ ഫോൺ കണ്ട ഐഫോൺ തന്നെ ആർക്കും അറിയില്ല. എൻ്റെയൊക്കെ ഫോൺ കണ്ട ഞാൻ പറയേണ്ടി വരും അങ്ങോട്ട് ഐഫോൺ. അപ്പോൾ അങ്ങനെ പത്രാസിന് വേണ്ടി വലിയ ആളാക്കി ഇങ്ങനെ ഇതാക്കാനും അതുപോലെ കാണുന്നില്ല ചില ആളെ ഫോട്ടോസിലേക്ക് ഇങ്ങനെ മറ്റേ കണ്ണാടിൻ്റെ അടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഐഫോണാണ് കൈമില്ല. അങ്ങനെ പത്രാസിന് വേണ്ടി ഐഫോൺ കൊണ്ട് നടക്കുന്നവരുണ്ട്. മറ്റേ ചില നല്ല ക്യാമറ ആയതുകൊണ്ട് കൊണ്ട് നടക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ നല്ല വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി ക്യാമറ ഉപയോഗിക്കുന്നവരുണ്ട്, മൊബൈൽ ക്യാമറ. അതുപോലെ പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് അതിൽ. ഇപ്പോൾ സിറിന്നില്ല നമ്മൾ സാംസങ്ങിൽ നിന്നും കാണാത്ത ഒരു ഓപ്ഷന് നമ്മളിപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ ലോക്കാവും, എന്ത് വേണമെന്ന് എടുത്ത് തരും, ഫേസ്ബുക്ക് ഓണാക്കും, പറഞ്ഞാൽ മതി, ടൈമർ അലറാൻ വെക്കും. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കറിയാം. അതൊക്കെ ഒരുപാട് സൗകര്യങ്ങളും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മളൊന്നും മനസ്സിലാക്കാത്ത കുറച്ച് ഗുണങ്ങൾ കൂടിയുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ ചിലർക്ക് അറിയാമായിരിക്കാം, എന്നാൽ നമ്മൾ മനസ്സിലാക്കാത്ത ചില ഗുണങ്ങളുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ഐഫോൺ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇത് വിൽക്കുന്ന വിലത്ത് 1.5 ലക്ഷം റുപ്യേന് വില. പുതിയ ഇറങ്ങും പോലെ 1.5 ലക്ഷം 1 ലക്ഷത്തി ചില്ലറൊക്കെ വിൽക്കുന്നത്. 1.5 ലക്ഷം 1,60,000 1,65,000 ഒക്കെ വരും ചില നാട്ടിൽ നിന്ന് എടുക്കുമ്പോൾ. ചില സ്ഥലത്തു നിന്നൊക്കെ അങ്ങനെ എടുക്കുമ്പോൾ നല്ല റേറ്റ് വരും. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, ഏതൊരു സാധനവും അത് നല്ലൊരു പൊസിഷനിങ് ചെയ്താൽ അത്രയും വിലക്ക് വിൽക്കാവുന്നതാണ്. അത്രയും റേറ്റിന് ഇപ്പോൾ നമുക്കറിയാം 1.5 ലക്ഷം റുപ്യേൻ്റെ മുതലിനുണ്ടാകും ശരിക്കും ഈ ഐഫോൺ. ഒരിക്കലും ഉണ്ടാവില്ല. ചുരുങ്ങിയത് ഇപ്പോൾ എത്ര ചിലവ് ഒരുപാട് ഉണ്ടാക്കുന്നില്ല, 1-2 പീസെല്ലാം ഉണ്ടാക്കും. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ എഞ്ചിനീയർമാർ വന്നിട്ടിരുന്ന് ഏറ്റവും വലിയ പിന്നെ ലോകത്തിന് ഏറ്റവും പിന്നെ അറിയപ്പെട്ട നല്ല വിദ്യാഭ്യാസമില്ല, നല്ല അറിവില്ല, ഇതൊക്കെ പഠിച്ച ഏറ്റവും നല്ല ആളുകൾ എടുത്തിട്ട് ഇത് ചെയ്തിട്ടും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ചുരുങ്ങി നമുക്കൊരു 50,000 വരെ മുതൽ വെക്കാം. എന്നാലും ബാക്കി എത്ര 1 ലക്ഷം ലാഭത്തിനാണ് ഒരു സാധനം വെക്കുന്നത്. അപ്പോൾ അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം. അത് നമുക്ക് പിന്നെ വിൽക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും നല്ല വിലക്ക് നമുക്കത് വിൽക്കാമെന്നാണ് പഠിപ്പിക്കുന്നത്. അത്ര ലാഭം എടുത്തിട്ട് നമുക്കത് വിൽക്കാം. പക്ഷേ അതിന് പൊസിഷനിങ് ചെയ്യണം. എല്ലാവർക്കും എല്ലാ സാധനം അങ്ങനെ വിൽക്കാൻ പറ്റില്ല. ചില ആളുകൾക്ക് അങ്ങനെ ചെയ്ത് നമ്മളിപ്പോൾ ഒരാൾക്കാർ ഈ വലിയ ഫോൺ ഉപയോഗിക്കുന്നവരെ മനസ്സിൽ തന്നെ എന്താ, ഇപ്പം നമുക്കിപ്പോൾ ഐഫോൺ 15 ഇറങ്ങി, എല്ലായിടത്തും ഐഫോൺ എന്നെ പോലത്തെ പണിയെടുക്കുന്നിടത്ത് വരെ ഇതുണ്ട്. അപ്പോൾ ചില ആളുകൾ 16 ഇറങ്ങുമ്പോൾ അതെടുക്കും. ഇതെല്ലായിടത്തും സംസ്ഥാനത്ത് വരെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇതുപോലെ കൂട്ടുകാരൻ്റെ അടുത്ത് ഓൻ്റെ അടുത്തുണ്ട്. അപ്പോൾ 16 എടുക്കാം. അപ്പോൾ എന്താ ഓൻ ഒരു ടാറ്റ സ്കിപ്പ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതന്നെ. അതുകൊണ്ട് അങ്ങനെ വാങ്ങുന്ന ആളുകളുണ്ട് ഈ ഐഫോൺ. അതുപോലെ വാങ്ങാൻ ഏറ്റവും നല്ല വിലക്ക് വിൽക്കാമെന്നുള്ള ഇത് പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. പിന്നെ നമ്മൾ ചില സൂക്ഷ്മതകൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ മറ്റേ സാധാരണ ഫോണാകുമ്പോൾ, ഇപ്പോൾ ഇങ്ങനത്തെ സാധാരണ ഫോണൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ ഇങ്ങനെ ഇടും, ഒരു ശ്രദ്ധിക്കില്ല, കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. ഫോണ് ഇങ്ങനെ ഇടും, ആടെ ഇടയ്ക്ക് ഇങ്ങനെ ഇടും, ഇങ്ങനെ ചാടും, ആടെ കൊണ്ടുപോയിട്ട് ഇട്ട് ഒരുപാട് ചിലപ്പോൾ സ്ക്രാച്ചൊക്കെ വരും നമുക്കിങ്ങനെ വീണിട്ട്. എൻ്റെ ഫോണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ സ്ക്രാച്ച് വരില്ല. സാംസങ് ഉപയോഗിച്ചാലും അങ്ങനെ സ്ക്രാച്ച് വരില്ല, വീല. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കും പൊതുവേ. പക്ഷേ ഇത് ഐഫോൺ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും, നല്ലോണം ശ്രദ്ധിക്കും. ഐഫോൺ ആകുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ ചാടില്ല. കാരണം 1.5 ലക്ഷം റുപ്യേൻ്റെ മുതലാണ്. അവിടെ ഇങ്ങനെ ചാടാൻ പറ്റുമോ, ഇവിടെ ഇങ്ങനെ ചാർജിന് വെച്ചിട്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ, പറ്റില്ല. അത് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ഒരു ശ്രദ്ധ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഐഫോൺ. അതുപോലെ എൻ്റെ പിന്നെ കുട്ടികൾക്ക് നമ്മളിങ്ങനെ കൊടുക്കില്ല, പിള്ളേർക്കെല്ലാം കളിക്കാൻ വേണ്ടി കൊടുക്കും ഐഫോൺ വാങ്ങി. അതിൻ്റെ ഫസ്റ്റ് കൊടുക്കില്ല, പിന്നെ പഴയതാകുമ്പോൾ കൊടുക്കും. പിന്നെ കുറച്ച് പഴയതായി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഫോൺ പോലെ തന്നെ ആകും. പക്ഷെ ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട്. കാരണം ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ പോയോ, എന്തെങ്കിലും സ്ക്രാച്ച് വരുമോ, എന്തെങ്കിലും ആയാൽ പിന്നെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വന്നാൽ നല്ല പൈസ വേണ്ടി വരും. അപ്പോൾ ഈ അടുത്തെൻ്റെ സുഹൃത്ത് പറഞ്ഞു എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട ഐഫോൺ വാങ്ങാം, പക്ഷേ അതിനെന്തെങ്കിലും പണി വന്നെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സ്ഥലം വെക്കേണ്ടി വരും വാങ്ങാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും പൈസ ചിലപ്പോൾ ചിലവാക്കേണ്ടി വരും. എന്തെങ്കിലും അതിന് നമുക്കറിയാം അതിന് ഇയർഫോണിന് എത്ര വേണം, ഇയർഫോണിൻ്റെ രീതി, അതിന് എത്ര പൈസ വേണം, ചാർജറിന് എത്ര റേറ്റ് ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. നല്ല റേറ്റ് ഉണ്ട്. സാധാരണ ഒരാൾക്ക് പോറ്റിക്കൊണ്ടാൽ ഇപ്പോൾ 2 പേർക്ക് വണ്ടി എടുത്ത പോലെ വണ്ടി എടുക്കാൻ 1.5 എടുക്കുക, പക്ഷേ ഇപ്പോൾ 30 കിലോമീറ്റർ ആകാം മൈലേജ്. അപ്പോൾ അതിനിങ്ങനെ പോറ്റിക്കൊണ്ടോണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം. ഐഫോൺ നമ്മൾ വിൽക്കാമെന്ന് പഠിപ്പിക്കുന്നുണ്ട്, സൂക്ഷ്മത പഠിപ്പിക്കുന്നുണ്ട്, നല്ലൊരു ശ്രദ്ധ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഈ ഐഫോൺ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചില ആളുകൾക്കുണ്ട് ഇത് പെട്ടെന്ന് ഫോൺ എറിയുക. പലരും കണ്ടില്ല, പല വീഡിയോയിലൊക്കെ കണ്ടില്ല, എന്തെങ്കിലും ദേഷ്യം വന്നിട്ട് ഫോൺ എറിയുക. ഈ നമ്മളൊരു കുടുംബക്കാരത്ത് പെൺകുട്ടിയുണ്ട്, അപ്പോൾ നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പോകുമ്പോൾ ഫോൺ കാണുന്നത് എന്താ ഇപ്പോൾ ടോർച്ച് സെറ്റ് പോലെ ചെറിയ സെറ്റായില്ല. അപ്പോൾ ഞാൻ ദേഷ്യം മറ്റാകുമ്പോൾ എറിഞ്ഞതാണ്. ഫോണ് വാങ്ങാൻ പോലും നമുക്ക് കഴിവില്ല, എന്നിട്ട് പോലും പൊതുവേ
നമുക്കിപ്പോൾ നല്ലൊരു ഫോൺ വാങ്ങാൻ ഇപ്പോൾ എറിഞ്ഞ് പൊളിച്ചാൽ കഴിവുണ്ടായില്ല, എനിക്കില്ല, കുറവാണ്. അപ്പോൾ കഴിവില്ലാത്തവർ പോലും ഇത് എറിഞ്ഞു പൊളിക്കുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ കടം വാങ്ങിയിട്ട് ലോൺ എടുത്തിട്ട് പിന്നെ കടം വാങ്ങിയിട്ട് എവിടെന്നെങ്കിലും പിന്നെ എങ്ങനെയെങ്കിലായി ഇങ്ങനെ അടവിനൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കിട്ടുമല്ലോ, അങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്തിട്ട് നല്ല വില കൂടിയ ഫോൺ ഉപയോഗിക്കണം. ഒരിക്കലും എറിയില്ല. ഐഫോൺ ഇങ്ങനെ കൈമുറിച്ച് 1.5 ലക്ഷം രൂപ മുതൽ ഇങ്ങനെ എറിയില്ല. ഓനിക്ക് ബോധമുണ്ടാവും ഇത് ഐഫോണാണ്. അത് നമ്മൾ ഇപ്പോൾ അടുത്തൊരാൾ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്, മൊബൈൽ എറിയുന്ന സാംസങ്ങിൻ്റെ ഫോണൊക്കെ എത്രയോ എറിഞ്ഞ് പൊളിച്ച്. പിന്നെ അദ്ദേഹം കടമൊക്കെ വാങ്ങിയിട്ട് ഐഫോൺ വാങ്ങി. പിന്നെ അദ്ദേഹം ഇന്ന് വരെ എറിഞ്ഞിട്ടില്ല, എത്രയോ മാസമായിട്ട് ഫോൺ എറിഞ്ഞിട്ടില്ല. കാരണം എറിയുന്ന സ്വഭാവം ഐഫോണോട് കൂടി നിർത്തി. കാരണം അത്ര വാല്യൂ ഉണ്ട് ഈ സാധനത്തിന്. അപ്പോൾ അതങ്ങനെ എറിയില്ല. അപ്പോൾ അതൊക്കെ നമ്മളെ പഠിപ്പിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയുണ്ട് കാര്യങ്ങൾ. നമുക്ക് ഇപ്പോൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ടും വീഡിയോൻ്റെ ദീർഘം കൊണ്ടൊക്കെ ഞാൻ നിർത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞപ്പോൾ. നല്ല ഫോൺ വാങ്ങിക്കും. ചില ആൾ വിചാരിക്കുന്നത് ഇതേത് ഫോണെന്താ ഇതിൽ വാട്സപ്പുണ്ട്, ഫേസ്ബുക്കുണ്ട്, യൂട്യൂബുണ്ട്, ഇത് കിട്ടിയാൽ പോലും. അതല്ല, അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വില അറിയും. അപ്പോൾ ഞാൻ നേരത്തെ ടോർച്ച് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര ക്ലിയർ ഉണ്ടായിട്ട് ഐഫോൺ. ഞാൻ ആ ടോർച്ച് ഓഫ് ആക്കിയിട്ട് അതിൽ ക്ലിയർ ഓക്കിയിരുന്നു ആ വീഡിയോ. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് എൻ്റെ വീഡിയോ, നീ ക്യാമറ വാങ്ങിയോ, നല്ല ക്ലിയർ ഉണ്ടല്ലോ എൻ്റെ വീഡിയോസൊക്കെ അടിപൊളിയാണല്ലോ, എഡിറ്റിങ്ങെല്ലാം സൂപ്പറാണല്ലോ, നല്ല ക്യാമറ ഒക്കെ വാങ്ങിയിരുന്നു. ക്യാമറ ഒന്നും വാങ്ങിയിട്ടില്ല. നല്ല ഒരു 15 Pro Max ആണ് ഇത് സംഭവം, ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൻ്റേതായ ആ ക്വാളിറ്റിയും ആ ക്ലിയറും ആ നല്ല ക്യാമറൻ്റെ പവറും അതൊക്കെ ആ വീഡിയോയിൽ കാണും. പക്ഷെ എനിക്ക് കൂടുതലായിട്ടും പല രീതിയിൽ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അറിയില്ല എന്നത് മറ്റൊരു വിഷയം. പക്ഷെ നമുക്ക് പഠിക്കാതെ എല്ലാം പഠിക്കാതെ ഇങ്ങനെ പഠിക്കുന്നവരോന്ന്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഏത് ഫോൺ വാങ്ങിച്ചാൽ നമുക്ക് അതിനെപ്പറ്റി പഠിക്കാം. നമുക്ക് ചെല്ലി ഇരുന്നിട്ട് സമയം കിട്ടുമ്പോൾ പഠിക്കാം. നല്ല വീഡിയോസൊക്കെ ചെയ്യുക, ഫോട്ടോസൊക്കെ എടുത്തിടുക, നല്ല ഫോട്ടോസൊക്കെ വിവിധ ആംഗിളിൽ നല്ല ഫോട്ടോസ് എടുക്കുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യുക ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ. ഓക്കെ.